ലൂസിഫറിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുടർച്ചയായ എമ്പുരാൻ 2002 ഗുജറാത്ത് കലാപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച വർഗീയ കലാപത്തിന്റെ ചിത്രീകരണത്താൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ രംഗം ഒരു ക്രൂരമായ കൂട്ടക്കൊലയെ ചിത്രീകരിക്കുന്നു. ഒരു യുവാവായ സായിദ് മസൂദും കുടുംബവും കോപാകുലരായ ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും എന്നാൽ ഒരു ദാരുണമായ വിധി നേരിടുന്നതും കാണിക്കുന്നു. ചിത്രത്തിലെ പ്രതിനായകനായ ബാബ ബജ്രംഗിക്കും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഒരു യഥാർത്ഥ വ്യക്തിക്കുമിടയിലുള്ള സാമ്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചപ്പോൾ വിവാദം രൂക്ഷമായി. ചിത്രത്തിൽ ഹിന്ദുവിരുദ്ധ പക്ഷപാതമുണ്ടെന്ന് ചില രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ആരോപിച്ചു. ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചയ്ക്ക് കാരണമായി. എതിർപ്പിന് മറുപടിയായി അക്രമരംഗങ്ങളിലെ മാറ്റങ്ങളും പ്രതിനായകന്റെ പേരിൽ വരുത്തിയ മാറ്റങ്ങളും ഉൾപ്പെടെ 17 സ്വമേധയാ ഉള്ള വെട്ടിച്ചുരുക്കലുകൾ ചലച്ചിത്ര നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചു. പരിഷ്കരിച്ച പതിപ്പ് 2025 ഏപ്രിൽ 2 മുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. വിവാദങ്ങൾക്കിടയിലും എമ്പുരാൻ നിരൂപക പ്രശംസ നേടി. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമാണിത്. ചിത്രം രാഷ്ട്രീയ ശ്രദ്ധയും നേടിയിട്ടുണ്ട്. ഭിന്നിപ്പിക്കുന്ന അജണ്ടകൾ തുറന്നുകാട്ടിയതിന് കേരള കോൺഗ്രസ് അതിനെ പ്രശംസിച്ചു. L2 എമ്പുരാനുമായി ബന്ധപ്പെട്ട ചൂടേറിയ ചർച്ചകൾ സിനിമയിലെ സെൻസിറ്റീവ് ചരിത്ര സംഭവങ്ങളെ ചിത്രീകരിക്കുന്നതിന്റെ വെല്ലുവിളികളെ എടുത്തുകാണിക്കുന്നു. കഥപറച്ചിലിന്റെ ധീരമായ ശ്രമമാണിതെന്ന് ചിലർ വാദിക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ളതായി കാണുന്നു. എമ്പുരാൻ വെറുമൊരു സിനിമ മാത്രമല്ലെന്ന് തെളിയിക്കുന്ന ചർച്ച തുടരുന്നു. ഇത് രാജ്യമെമ്പാടും ചർച്ചകൾക്ക് തിരികൊളുത്തിയ ഒരു സാംസ്കാരിക പ്രതിഭാസമാണ്.